ഈമാനുള്ള മൂമിൻ പെടരുത്. ഉമ്മമാരോട് പെങ്ങന്മാരോട് പറയട്ടെ, പണയം വെക്കാൻ വേണ്ടി വള ഊരിക്കൊടുക്കരുത്, മാല ഊരിക്കൊടുക്കരുത്. കെട്ടുകണക്കിനല്ലേ പലിശ കൊടുക്കേണ്ടി വരുന്നത്. 1000 10,000 എത്രയാണ് അടക്കേണ്ടി വരുന്നത്? നഊദു ബില്ലാഹ്. കല്യാണം കഴിക്കുമ്പോഴേക്ക് തറയിട്ടിട്ട് ഒരു കുട്ടിയാകുമ്പോഴേക്ക് വീടാകണം എന്നൊരു വുജൂബൊന്നും ഇല്ല. അങ്ങനെ ഒരു സിദ്ധാന്തൊന്നും ഇസ്ലാമിലില്ല. അങ്ങനെ ഒരു സുന്നത്തൊന്നും ആരും പറഞ്ഞിട്ടില്ല. പണമില്ലാഞ്ഞിട്ട് ഇവൻ എന്ത് ചെയ്യുന്നു? പലിശക്ക് പണമെടുത്ത് വീടുണ്ടാക്കുന്നു. അവന് 1ാമത്തെ 2ാമത്തെ കുട്ടിയുടെ വിവാഹത്തിന്റെ സമയം എത്തിയിട്ടും ഇതിന്റെ പലിശ വീട്ടാനായിട്ടില്ല. കഴിയുമോ സഹോദരാ? ഈമാനിന്റെ ശരിയായ 100 കൽബിലേക്ക് അങ്ങ് കടന്നിട്ടുണ്ടെങ്കിൽ കൽബത് പ്രവിശാലമായി സ്വീകരിക്കും. ഭാഗ്യതലത്തിൽ അടയാളമുണ്ടോ എന്ന് ചോദിച്ചപ്പോ തങ്ങൾ പറഞ്ഞു, ഉണ്ട്. 1ാമത്തെ അടയാളം അത്തജാഫി അൻദാരിൽ ഗുറൂർ, വഞ്ചനയുടെ വീട്ടിൽ നിന്ന് അകന്ന് കഴിയലാണ്. വഞ്ചനയുടെ മേഖലയിൽ ഒരു നയാ പൈസ പോലും പറ്റിപ്പോകണ്ട. ആരാന്റെ ഹക്ക് വസൂലായി പോകണ്ട. സക്കാത്തിൽ മാത്രം അല്ല വിഷയം, അല്ലാത്തതിലും വിഷയമില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പ്രശ്നം പരിഹരിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞില്ലേ, നിങ്ങൾ പറഞ്ഞതനുസരിച്ച്, സത്യം ബോധ്യപ്പെട്ടതനുസരിച്ച് ഞാൻ ഇവിടെ വിധി നടപ്പിലാക്കി തരുന്നു. അതേ സമയത്ത് എന്റെ മുന്നിൽ വന്നിട്ട് നിങ്ങൾ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ട് കൃത്യമാണെന്ന് തോന്നിയിട്ടാണ് ഞാൻ വിധി നടപ്പിലാക്കി തരുന്നത്. ആരാന്റെ ഒരു ഹക്ക് അഥവാ നിങ്ങളെ ഭാഷ കൊണ്ട്, നിങ്ങളുടെ മറ്റു വിഷയങ്ങളെ കൊണ്ട് നിങ്ങൾ കൈക്കലാക്കുന്നുണ്ടെങ്കിൽ അത് നന്നായി കരുതിയേക്കണേ.